മക്കളെ നമുക്ക് പ്രധാനപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു പോയതാണ്, എന്നാലും നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, എ ബി ഈസ് എ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ദ ലൈൻ അല്ലെങ്കിൽ ലൈൻ സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി ആയിക്കോട്ടെ. എ പി 8 സെന്റിമീറ്റർ, പി ബി 2 സെന്റിമീറ്റർ, ഫൈൻഡ് ദ ലെങ്ത് പി സി അല്ലെങ്കിൽ സി പി. അതായത് ഇവിടെ എ ബി പറഞ്ഞുള്ള ഒരു വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ഉണ്ട്, അതേപോലെ സി ഡി പറഞ്ഞുള്ള ഒരു കോഡ് അല്ലെങ്കിൽ ഞാനുണ്ട് ആയിക്കോട്ടെ. ഒരു വ്യാസം കോഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അയാള് ഈ ഒരു കോഡിനെ ബൈസെക്ട് ചെയ്യും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അതായത് വേറെ ഒന്നുമില്ല, വൃത്തകേന്ദ്രത്തിൽ നിന്നും ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് വൃത്തകേന്ദ്രത്തിൽ കൂടെ പോയിട്ടുള്ള ഒരാളല്ലേ. വൃത്തകേന്ദ്രത്തിൽ നിന്നും ഈ ഒരു കോഡിലേക്ക് അല്ലെങ്കിൽ ഞാണിലേക്ക് നമ്മൾ ഒരു ലംബം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ വരച്ചാൽ അയാള് എന്ന് പറയുന്നത് ഈ ഒരു ഞാണിനെ കോഡിനെ തുല്യ രണ്ട് ഭാഗങ്ങളായിട്ട് മാറ്റും. അതായത് ഈ ലെങ്ത്തിന് തുല്യമാണ് ഈ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് സി പി ഈക്വൽ ആണ് പി ഡി എന്ന് പറയുന്ന ആള്. സെറ്റാണോ? ഇത് നിങ്ങൾ കാണാതെ ഒരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, അതിക്കൊക്കെ നമ്മൾ വരും. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരു ഇക്വേഷൻ, എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി സ്ക്വയർ, അല്ലെങ്കിൽ എ പി ഇൻറ്റു പി ബി സമം പി ഡി സ്ക്വയർ എന്നായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. അതിക്കൊക്കെ നമ്മൾ വരും കേട്ടോ മക്കളെ, അതിക്കൊക്കെ വരും. നമ്മൾ അതിന് മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് കോഡുകൾ. ഡയമീറ്റർ പറയുന്നതും കോഡ് തന്നെയാണ്, നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. അയാൾ സർക്കിളിന്റെ സെന്ററിലൂടെ പോയത് കൊണ്ടാണ് ഡയമീറ്റർ ആയത്. അയാളും ഞാൻ തന്നെയാണ്. രണ്ട് ഞാണുകൾ എവിടെയെങ്കിലുമൊക്കെ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ഭാഗങ്ങളായിട്ട് മാറില്ലേ. 1, 2, 3, 4 ഭാഗങ്ങളായിട്ട് മാറും. അപ്പൊ നമ്മൾ അവിടെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? ഈ ലെങ്ത് ഇൻറ്റു ഈ ലെങ്ത്, അതായത് എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി, സി പി ഇൻറ്റു പി ഡി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് സി പി ആണ് കണ്ടത്, അല്ലെങ്കിൽ പി സി ആണ് നമുക്ക് കണ്ടത്. സെറ്റാണോ? ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഈ ലെങ്ത് ഇൻറ്റു ഈ ലെങ്ത് അതിന് തുല്യമാണ് ഈ ലെങ്ത് ഇൻറ്റു ഈ ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ ഈ ഒരു ഇക്വേഷനൊക്കെ വരും. അത് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചെഴുതി പ്രശ്നങ്ങളൊന്നും ഇല്ല, പഠിച്ചാലും പ്രശ്നമില്ല. അഥവാ നമ്മൾ മറന്നു പോയാൽ നമ്മൾ ഈ സെയിം പരിപാടി തന്നെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, നിലവിൽ നമുക്ക് സി പി ആണ് കണ്ടത്. ഈ ലെങ്ത്തും തുല്യാണ്. ഈ ലെങ്ത് കണ്ടാൽ ഈ ലെങ്ത് കിട്ടും, ഈ ലെങ്ത് കണ്ടാൽ ഈ ലെങ്ത് കിട്ടും. സെറ്റ് ആണോ? ഓക്കെ, സി പി ഇൻറ്റു പി ഡി എന്ന് പറയുന്നത് എന്താ? സി പിയും പി ഡിയും തുല്യമാണ്. അപ്പൊ ഞാൻ ഒരാളെ എഴുതുന്നുള്ളൂ. ഈ പി ഡി മാറ്റിയിട്ട് ഞാൻ അവിടെ സി പി എഴുതുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. സി പി എഴുതുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അടുത്തൊരു സ്റ്റെപ്പിൽ ഞാൻ എഴുതാൻ പോവാണ്, എ പി ഇൻറ്റു പി ബി സമം സി പി സ്ക്വയർ എന്ന് എനിക്ക് എഴുതിക്കൂടെ? ഒരു സംശയമില്ല, അതൊക്കെ എഴുതും. സി പി ഇൻറ്റു സി പി എന്ന് പറയുന്നത് സി പി സ്ക്വയർ ആണ്. സെയിം ഇക്വേഷൻ അല്ലേ സി പി സ്ക്വയർ. പി ഡി അല്ല നമ്മളോട് കാണാൻ പറഞ്ഞത്, പി സി ആണ്. അതുകൊണ്ടാണ് ഞാൻ സി പി എടുത്തത്. ഓക്കെ, ഞാൻ അവിടുത്തെ പി ഡി കാണാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ അവിടെ പി ഡി സ്ക്വയർ എന്ന് എഴുതണം. ഓക്കെ ആണോ? ഓക്കെ, എ പി നമുക്ക് അറിഞ്ഞൂടെ? എ പി എത്രയാ? എ പി എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. പി ബി എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഈക്വൽ ടു ആണ് സി പി സ്ക്വയർ അല്ലേ. ഇതിനെ നമുക്ക് 8 ഇൻറ്റു അല്ലെങ്കിൽ സി പി സ്ക്വയർ, അടുത്ത സ്റ്റെപ്പിൽ സി പി സ്ക്വയർ ഈക്വൽ ടു 60 എന്ന് എഴുതിക്കൂടെ? സി പി അല്ലേ നമുക്ക് കണ്ടത്, അല്ലെങ്കിൽ പി സി അല്ലേ നമുക്ക് കണ്ടത്. അടുത്തത് ഈ ഒരു സ്ക്വയർ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? റൂട്ട് ആയിരിക്കും. സി പി ഈക്വൽ ടു റൂട്ട് ഓഫ് 60 എന്ന് വരും. സി പി ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്ന് വരും. സി പി ഈക്വൽ ടു 4 സെന്റിമീറ്റർ. റൂട്ട് 16 എത്രയാ? റൂട്ട് 16 എത്രയാ? 4 അല്ലേ. അപ്പൊ സി പി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം പി ഡി എന്ന് പറയുന്നതും 4 സെന്റിമീറ്റർ ആയിരിക്കും. കണ്ടോ? ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഓർത്ത് വെക്കണം. വൃത്തകേന്ദ്രത്തിൽ നിന്നും നമ്മൾ ഞാണിലേക്കൊരു ലംബം വരച്ചാൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ വരച്ചാൽ അയാള് ഈ ഒരു ഞാണിനെ അല്ലെങ്കിൽ ഈ ഒരു കോഡിനെ തുല്യ രണ്ട് ഭാഗങ്ങൾ ആക്കുമെന്നുള്ള ഒരു കാര്യങ്ങൾ ഓർമ്മ തന്നെ. ഈ ഒരു കാര്യത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. ഇനിയിപ്പോ 2 പഠിച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി നിങ്ങൾ പെട്ടെന്ന് പഠിച്ചാലും പ്രശ്നമൊന്നുമില്ല. അക്ഷരങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കരുത്, കൺസെപ്റ്റ് മാത്രം പഠിച്ചു വെക്കുക. കാരണം അടുത്തൊരു ചോദ്യത്തിൽ ചിലപ്പം എക്ക് പകരം ചിലപ്പോൾ പി എ കാരം. അപ്പൊ നമ്മളത് അക്ഷരങ്ങൾ അതേപോലെ പഠിച്ചു വെക്കുമ്പോൾ മറന്നു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. കൺസെപ്റ്റ് പഠിച്ചു വെക്കാം. നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക് എ എക്സ് പി ഈസ് 110 ഡിഗ്രി. ഓക്കെ, ആൻഡ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക് സി വൈ ഡി ഈസ് 80 ഡിഗ്രി. ഫൈൻഡ് കോൺ എ പി ഡി.
കുറച്ച് കൺഫ്യൂഷൻ അല്ലേ, വായിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഈ ചോദ്യത്തിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തോന്നും പി എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. അത് വെറും തോന്നലാണ്. ആ തോന്നൽ കൊണ്ട് ഇരിക്കെ തന്നെ ഉള്ളൂ. ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക് എ എക്സ് ബി. സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക്, ഒരു ആർക്ക് ഉണ്ട് അവിടെ. ഈ ആർക്ക് എന്ന് പറയുന്നത് എ എക്സ് ബി പറഞ്ഞുള്ള ഒരു ആർക്ക് ഉണ്ട്. അതാണ് ആർക്ക്. അയാൾ സെൻട്രൽ ഉണ്ടാക്കുന്ന കോൺ, നമ്മൾ ഒരിക്കലും പി ആണ് സെൻട്രൽ എന്ന് വിചാരിക്കരുത്. നമ്മൾ സ്വന്തമായിട്ട് ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കണം. ഇതാണ് സർക്കിളിന്റെ സെന്റർ എന്ന് നമ്മൾ വിചാരിക്കുക. അത് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്? 110 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ്. പിന്നെ അടുത്തൊരു കാര്യം കൂടി ഉണ്ട്. ആൻഡ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക് സി വൈ ഡി. അപ്പൊ സെൻട്രൽ കിട്ടിക്കഴിഞ്ഞു. സി വൈ ഡി പറഞ്ഞൊരു ആർക്ക് ഉണ്ട്. ഇതാണ് ആ ആർക്ക്. അയാൾ സെൻട്രൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത്, എത്ര ഡിഗ്രിയാ? 80 ഡിഗ്രി ആണ്. ഇതാ ഇയാൾ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണ്. 80 ഡിഗ്രി ആണ്. സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എ പി ഡി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മളോട് കാണാൻ പറഞ്ഞത് എ പി ഡി. ഇവിടെ ഞാൻ എഴുതിയില്ലേ? ഇതാ ഇത് 80 ഡിഗ്രി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോൺ എ പി ഡി പറഞ്ഞൊരു കോണ്, ഈ ഒരു കോണ് എത്ര ഡിഗ്രി ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കോൺ എ പി ഡി എന്ന് പറയുന്നത്. മക്കളെ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലെ? ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലെ? ഈ ട്രയാങ്കിളിന്റെ ചെറുതായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു പിക്ചറിൽ കുറെ കാര്യങ്ങൾ വരയ്ക്കുമ്പോഴേ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലെ? ട്രയാങ്കിൾ എ പി ഡി പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്. അതില് ഡി പറഞ്ഞിട്ടുള്ള ഒരു കോണും അതേപോലെ എ പറഞ്ഞിട്ടുള്ള ഒരു കോണും നമുക്ക് കിട്ടിയാൽ ഈ പി പറഞ്ഞിട്ടുള്ള ഒരു കോണ് കിട്ടൂലേ? കിട്ടും. ഫസ്റ്റ് പറഞ്ഞ കാര്യത്തെ നമ്മൾ എടുക്കുക. ഈ ആർക്ക് എ എക്സ് ബി, ഇതാ ഈ ഒരു ആള് അല്ലെങ്കിൽ ഈ ഒരു ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും ഇയാള് സർക്കിൾ ഉണ്ടാക്കുന്ന കോണ്. അപ്പൊ ഈ ഒരു ആർക്ക് സർക്കിൾ ഉണ്ടാക്കുന്ന കോൺ ഏതാ? സർക്കിളിൽ ഉണ്ടാക്കുന്ന കോൺ ഇതാണ് സർക്കിൾ ഉണ്ടാക്കുന്ന കോൺ. അപ്പൊ ഇയാള് എന്ന് പറയുന്നത് എത്ര? ഇയാളുടെ പകുതി ആയിരിക്കും. ഇയാള് എന്ന് പറയുന്നത് 55 ഡിഗ്രി ആയിരിക്കും. 110ന്റെ പകുതിയല്ലേ 55 ഡിഗ്രി എന്ന് പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കും. ഇയാളുടെ പകുതി ആയിരിക്കും ഇയാൾ എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ ആർക്കിൽ സെൻട്രൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് ഇത് ഇയാൾ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ, അല്ലെങ്കിൽ മറുജാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്നൊക്കെ പറയാം. അപ്പൊ ഇയാളെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഒരു ആംഗിളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇയാളെ കിട്ടൂലേ? എ പി ഡി പറഞ്ഞുള്ള ഒരു കോണ് നമുക്ക് കിട്ടൂലേ? കിട്ടും, ഒരു സംശയമില്ലാതെ കിട്ടും. അതിനാണ് നമുക്ക് രണ്ടാമത്തെ ഒരു ആർക്കിന്റെ ഡിഗ്രി തന്നിട്ടുള്ള 80 ഡിഗ്രി. ഓക്കെ, സി വൈ ഡി എന്നുള്ള ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി ആയിരിക്കും വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അപ്പൊ ഈ ഒരു ആർക്ക് വൃത്തത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കോൺ എന്ന് പറയുന്നത് ഇതല്ലേ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള കോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾ എന്ന് പറയുന്നത് 80ന്റെ പകുതി ആയിരിക്കും, 40 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഏതാണ്? എ പി ഡി. അത് എന്ന് പറയുന്നത് മൊത്തം കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് അല്ലേ? ഒരു എ പി ഡി പറഞ്ഞൊരു ട്രയാങ്കിൾ മൊത്തം കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാ? 180 ഡിഗ്രിയാ. അതിൽ 2 കോണുകൾ നമ്മൾ കണ്ടെത്തി. മൂന്നാമത്തെ കോണാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആ മൂന്നാമത്തെ കോൺ എ പി ഡി ആണ്. അയാൾ എത്രയായിരിക്കും? 180ൽ നിന്നും ഈ 2 കോണുകളുടെ തുകയും കുറച്ചാൽ നമുക്ക് കിട്ടില്ലേ? കിട്ടും, ഒരു സംശയമില്ലാതെ കിട്ടും. 180 കുറയ്ക്കണം. ഈ 40ഉം 55ഉം കൂട്ടിയാൽ എത്രയാ? 95ആണ്. 95 കിട്ടും. 180ൽ നിന്നും 95 നമ്മൾ കുറയ്ക്കാൻ പോവാണ്. 180 കുറയ്ക്കണം 95. നമ്മൾ ശിഷ്ടം എടുക്കും. 10ന്ന് 5 പോയാൽ 5 ആണ്. ഇവിടെ ഒരു 18 ഉള്ളത് 17 ആയിരിക്കും അല്ലെ? 17ൽ നിന്നും 9 പോയാൽ എത്രയാണ്? 8 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് 85. കോൺ എ പി ഡി എന്ന് പറയുന്നത് 85 ഡിഗ്രി ആയിരിക്കും. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും പിക്ചറിൽ. കൺഫ്യൂഷൻ എന്നുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ കോൺ ഉൾപ്പെടുന്ന രീതിയിൽ ഇവിടെ ഒരു ഞാണ് വരയ്ക്കുക. അതേപോലെ ഈ ഒരു കോൺ ഉൾപ്പെടുന്ന രീതിയിൽ അവിടെയും ഒരു ഞാണ് വരയ്ക്കുക. അപ്പൊ കൂടുതൽ നമ്മൾ വരയ്ക്കുമ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആവാനാ ചാൻസ് ഉള്ളത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ വരച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, സെറ്റ് ആണോ മക്കളെ? നമുക്ക് സർക്കിൾ അറിഞ്ഞ ചാപ്റ്ററിലെ അവസാനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്.
ഓക്കെ, നമ്മൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ വരയ്ക്കണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് മാർക്കുകളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടായിരിക്കും. സെറ്റാണോ? അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം. C, D are points on the semicircle. Okay. With AB as diameter, cone BDC 125 ഡിഗ്രി ആണെന്ന്, അതേപോലെ CD ഈസ് പാരലൽ ടു AB എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? സിയും ഡി വൃത്തത്തിൽ 2 പോയിന്റുകളാണ്, ആയിക്കോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, AB എന്ന് പറയുന്നത് ഡയമീറ്ററും ആണ്. ഓക്കെ, CD എന്ന് പറയുന്ന ലൈൻ ABക്ക് പാരലൽ ആണ്. CD എന്ന് പറയുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് ABക്ക് പാരലൽ ആണ്. ഓക്കെ, പാരലൽ എന്താണെന്നൊക്കെ നമുക്കറിയാം. ഈ ലൈൻസിന്റെ ഇടയിൽ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോൺ BAC എത്രയാണെന്നാണ് ഫസ്റ്റത്തെ ഒരു ചോദ്യം. കോൺ BAC പറഞ്ഞുള്ള ഈ കോൺ എത്ര ഡിഗ്രി ആണെന്ന് എന്തായിരിക്കും? നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം മനസ്സിലായില്ലെങ്കിൽ ഈ സർക്കിൾ നമ്മളൊന്ന് പൂർത്തിയാക്കാൻ നോക്കുക. ഓക്കെ, സർക്കിൾ നമ്മളൊന്ന് പൂർത്തിയാക്കി നോക്കാം. ഇപ്പൊ എന്തായി? ഇവിടെ കോഡിലാറ്ററൽ ഉണ്ട്, ABCD അല്ലെങ്കിൽ ABDC പറഞ്ഞുള്ള ഒരു കോഡിലാറ്ററൽ ഉണ്ട്. ഈ കോഡിലാറ്ററിന്റെ 4 മൂലകളും എവിടെയാണ്? സർക്കിളിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോഡിലാറ്ററൽ നമ്മൾ സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറയും. സൈക്ലിക് കോഡിലാറ്ററൽ വന്നാൽ എന്താ? ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്താ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. അതായത് ഈ കോണും കൂട്ടുമ്പോൾ എന്താ? 180 ഡിഗ്രി വരണം. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ നോക്കുക, ഈ 4 മൂലകളും സർക്കിളിലാണോ നോക്കുക. അത് എവിടെയായാലും പ്രശ്നങ്ങളൊന്നുമില്ല. സർക്കിളിലാണോ 4 മൂലകളും നോക്കുക. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഇയാളും കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇയാൾ 125 ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എത്രയായിരിക്കും? 180 നിന്ന് 125 കുറച്ചാൽ പോരെ? 180 നിന്നും 125 നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 10 പോയാൽ 5 ആണ്. ഓക്കെ, 55 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇയാൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 55 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, കോൺ ACB എത്ര ഡിഗ്രിയാണ്? കോൺ ACB പറഞ്ഞുള്ള ഒരു കോൺ എത്ര ഡിഗ്രി, അതായത് ഇയാൾ എത്ര ഡിഗ്രി ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മക്കളെ നോക്കട, ഈ ഡയമീറ്റർ വന്നപ്പോ ഈ സർക്കിൾ എന്തായി? സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തമായി. അർദ്ധവൃത്തത്തിലെ ഏതൊരു കോണും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അർദ്ധവൃത്തത്തിലെ ഏത് കോണ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഇയാള് 90 ഡിഗ്രി ആണെന്ന് കിട്ടി. സെറ്റ് ആണോ? അടുത്തൊരു ചോദ്യം ഉണ്ട്, കോൺ ACD പറഞ്ഞുള്ള ഒരാളുണ്ട്. കോൺ ACD അങ്ങനെയുള്ള ഈ ഒരു ആള്, ഈ ഒരു മൊത്തം ആംഗിൾ എത്രയാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ, ഇവിടെ ഒരു കാര്യമുണ്ട്, കോൺ CD ഈസ് പാരലൽ ടു AB എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇയാളൊരു ലംബകമല്ലേ? ഇയാളൊരു ലംബകമാണ് അല്ലേ? ട്രപീസിയാണ്. ട്രപീസിയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇയാളും പാരലൽ ആയിരിക്കും. അങ്ങനെ പാരലൽ ആവുമ്പോൾ ഈ ആംഗിളുകൾ, ഈ 2 ആംഗിളുകളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ പാരലൽ ലൈൻസിന്റെ അടുത്തുള്ള ഈ 2 കോണുകളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഈ ആംഗിളും കൂട്ടുമ്പോൾ എന്താ? 180 ഡിഗ്രി ആയിരിക്കും. ഇനി അങ്ങനെ ഓർത്ത് വെച്ചില്ല, ഇതാ 2 ലൈൻ ഉണ്ട്, അങ്ങനെ ഒരു ലൈൻ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു ആംഗിളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ അനുപൂരകമായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പരിപാടി തന്നെയല്ലേ ഇവിടെ ഉള്ളതാ. ഈ ഒരു ലെങ്ത് ഇല്ല എന്നല്ലേ ഉള്ളൂ. ഈ ഒരു ലെങ്ത് ഇല്ല. ഈ ഒരു മൂല എന്ന് പറയുന്നത് ഈ മൂലയും, ഈ മൂല എന്ന് പറയുന്നത് ഈ മൂലയും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 2 ആംഗിളുകളും ഈ ആംഗിളും കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. നമ്മളോട് ചോദിച്ചുള്ളത് ഈ ആംഗിൾ എത്രയാണെന്നല്ലേ അല്ലേ? അങ്ങനെയാണെങ്കിൽ 180 നിന്നും നമ്മൾ ഈ 55 ഡിഗ്രി കുറച്ചാൽ നമുക്ക് ഈ ഒരു ആംഗിൾ മൊത്തം കിട്ടൂലേ? ഇയാളും കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. ഓക്കെ, ഈ 2 ആംഗിളുകളും കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. നമുക്ക് വേണ്ടത് ഈ ആംഗിൾ മൊത്തമാണ്. ഈ 180 നിന്നും ഇയാളെ നമ്മൾ കുറച്ചാൽ നമുക്ക് ഇയാളെ മൊത്തമായിട്ട് നമുക്ക് കിട്ടൂലേ? കിട്ടും. 180 നിന്നും 55 കുറയ്ക്കുമ്പോൾ നമുക്ക് 125 ഡിഗ്രി എന്ന് കിട്ടും. കിട്ടില്ലേ മക്കളെ? കിട്ടും. അപ്പോൾ ഇയാള് എന്ന് പറയുന്നത് ആരാണ്? ഇയാള് മൊത്തം എന്ന് പറയുന്നത് 125 ഡിഗ്രിയാണ്. സെറ്റാണോ?
സെറ്റാണോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. കോൺ എ ബി ഡി, കോൺ എ ബി ഡി എത്ര ഡിഗ്രി ആണെന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഈ കോൺ എത്ര ഡിഗ്രി ആണെന്നൊരു ചോദ്യം ഉണ്ട്. മക്കളെ നോക്കടാ, ഇയാൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം. അപ്പോ ഇയാളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. ഇയാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇയാളെ കിട്ടാനും സുഖമല്ലേ? 180 നിന്നും ആ 125 അങ്ങോട്ട് കുറച്ചാൽ എത്ര കിട്ടും? 55 ഡിഗ്രി എന്ന് കിട്ടും. ഇനി അങ്ങനെ ആലോചിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇയാളൊരു ക്വാഡ്രിലാറ്ററലല്ലേ? ക്വാഡ്രിലാറ്ററിന്റെ ഈ 3 ആംഗിളുകളും കിട്ടിയിട്ടുണ്ട്. 4 ആംഗിളുകളും കൂട്ടിയാൽ 360 ഡിഗ്രിയാണ്. 4 ആംഗിളുകളും കൂട്ടിയാൽ 360 ഡിഗ്രിയാണ്. അതിന് ഈ 360 നിന്നും ഈ 3 ആളെ കുറച്ചാൽ ഇയാളെ കിട്ടൂലേ? അങ്ങനെയും നമുക്ക് ചെയ്യാം. ഏറ്റവും സുഖം ഇത് രണ്ടും അനുപൂരകമാണെന്ന് എടുത്തിട്ട് മൊത്തത്തിൽ നിന്നും ഇയാളെ നമുക്ക് കുറച്ചാൽ മതി. റെഡി ആണോ? സെറ്റാണോ മക്കളെ? ഓക്കെ.